ഏത് പാർട്ടി ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോ ഇറക്കുന്നുണ്ടെങ്കിൽ അത് പ്രിപ്പയർ ചെയ്ത് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കണം. പറഞ്ഞ കാര്യങ്ങളിൽ നടത്തുന്നില്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ അംഗീകാരം എടുത്തു കളയാനുള്ള അധികാരം മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരണം. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ എന്നുള്ളതാണ് അത്തരം മാറ്റം. സ്വയം നിലനിൽപ്പിന് വേണ്ടി എന്ത് ചെയ്യാം? 14 വർഷം മുമ്പ് ടി പി ശ്രീനിവാസൻ ശ്രമിച്ചപ്പോൾ അന്ന് റോട്ടിൽ ചവിട്ടിയിട്ടാണ് ഇപ്പോൾ അതേ തന്നെ ഇപ്പോൾ കൊണ്ടുവരുന്നത്. ഞങ്ങൾ NCP ഉദ്ദേശിക്കുന്നത് ജനങ്ങളെ ബോധവാന്മാരാക്കി അവരിലൂടെ കേരളത്തിൽ മാറ്റം കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് നാളെ പിശാചിൻ്റെ നാടായി മാറും. നമസ്കാരം. ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് NCP സംസ്ഥാന അധ്യക്ഷനായ NA മുഹമ്മദ് കുട്ടിയാണ്. ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷൻ പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നുമായി ബന്ധപ്പെട്ട് താങ്കളൊരു ഹർജി കൊടുത്തു എന്ന് പറഞ്ഞു. എന്താണ് ഈ ഹർജിയിൽ വ്യക്തമായി പറയുന്നത്? എന്താണ്? അതായത് നമ്മൾ സാധാരണ ഇലക്ഷൻ വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രകടന പത്രിക പുറത്തിറക്കാറുണ്ട്. അത് ആരും നോക്കുന്നില്ല. എനിക്കിഷ്ടമുള്ളതെല്ലാം ഞാൻ പറയാം, മനസ്സിലായോ? നടപ്പിലാക്കണമെന്നില്ല. അപ്പോൾ അതിന് ഉദാഹരണം 2014 മോഡി ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ എല്ലാവർക്കും ഈ പറയുന്ന ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാൻ 15 ലക്ഷം രൂപ ഇട്ടെന്ന് പറഞ്ഞു. മാത്രമല്ല പെട്രോളിയം പ്രൊഡക്ട്സിൻ്റെ 50 രൂപയിലേക്ക് അറിയാമല്ലോ അന്നത്തെ ഉണ്ടായിരുമ്പോൾ അതിപ്പോൾ 100 രൂപയായിട്ട് വന്ന് നിൽക്കുകയാണ്. ആക്കുമെന്ന് പറഞ്ഞു. അതുമാതിരി ഡോളറിൻ്റെ വാല്യൂ ഇന്നിപ്പോൾ 85 രൂപയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം ആക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് കഴിയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എവിടെന്നുണ്ടെങ്കിൽ വോട്ടിന് വേണ്ടി പല വാഗ്ദാനങ്ങളും സുപ്രീം കോടതി ഒരിക്കൽ പറഞ്ഞിട്ട് ഫ്രീ ബീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെതിരെ നിയമം കൊണ്ടുവരണമെന്നുള്ളത് ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം പൊള്ളയായ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് വോട്ട് നേടുന്നത് തെറ്റാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിനെതിരെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് ഫയൽ സ്വീകരിച്ചു. ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് കൊടുത്തു. ഞങ്ങളതിൽ പറയുന്നതാണെങ്കിൽ ഏത് പാർട്ടി ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോ ഇറക്കുന്നുണ്ടെങ്കിൽ അത് പ്രിപ്പയർ ചെയ്ത് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കണം. ഇലക്ഷൻ കമ്മീഷന് അതിന് ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. ഇപ്പോൾ CAGയിലെ ആളുകളോ അല്ലെങ്കിൽ ഫിനാൻഷ്യലുള്ള ആളുകളോ ഒക്കെ വിളിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഏതെല്ലാം പാർട്ടികളെ ഇലക്ഷന് ഇത്ര നാൾ മുമ്പ് നൽകണമെന്ന് പറഞ്ഞാൽ അവർക്കത് വെറ്റിയാനുള്ള ഒരു പീരീഡ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റേറ്റിൻ്റെ അടുക്ക് കേരളത്തിൻ്റെ അത്തരത്തിൽ വാഗ്ദാനങ്ങളുണ്ടെങ്കിൽ ആ സ്റ്റേറ്റിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ നോക്കണം. അവിടെ നടപ്പിലാക്കാനുള്ള അവരുടെ സാമ്പത്തിക അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് വേണ്ടേ അത് ചെയ്യാനായിട്ട്. അങ്ങനെ അതിന് കഴിയില്ലെങ്കിൽ അത് വെട്ടിയിട്ട് വേണം ബാക്കിയുള്ളത് മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ടും അത്തരത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ നടത്തുന്നില്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ അംഗീകാരം എടുത്തു കളയാനുള്ള അധികാരം ആർക്കുണ്ടാവണം? ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാകണം. കാരണം ഇതൊരു പ്രോമിസറി നോട്ടാണ്. അപ്പോൾ നിങ്ങളൊരു പ്രോമിസറി നോട്ട് ആൾക്ക് കൊടുക്കുകയാണെങ്കിൽ നാളെ പൂർത്തീകരിച്ചെങ്കിൽ നിങ്ങൾ അകത്തുകൊണ്ട് ഇട്ടൂടെ? അപ്പോൾ ജനങ്ങളോട് പറയുന്ന ആ പ്രോമിസറി നോട്ടിൻ്റെ അവസ്ഥയിലേക്ക് ഈ പറയുന്ന ഈ പ്രകടന പത്രിക ലീഗലൈസ് ചെയ്യണം, നിയമവിധേയമാക്കണം. അപ്പോൾ ഏത് സാധാരണക്കാരനും അതിനെതിരെ കോടതിയിൽ പോകാം, ഒരു നടത്തിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നടത്താൻ കഴിയുന്നത് മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾ പറയുള്ളൂ. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി മൈനോട് ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് NCPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ കൊടുത്തിട്ടുള്ളത് മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരണം. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ എന്നുള്ളതാണ് അത്തരം മാറ്റം. വരുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ള സ്റ്റേറ്റുകളും അത് ഫോളോ ചെയ്യും. അതിനുവേണ്ടിയാണ് ഹൈക്കോടതിയിലാണ് ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ വാദം തുടങ്ങാനിരിക്കുന്നുള്ളൂ. ഓൾറെഡി ഇവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷന്. ഇത്തരത്തിലൊരു ഹർജി സമർപ്പിക്കാനുള്ള ആ ഒരു അങ്ങനെ ഒരു തോന്നലുണ്ടാകാൻ കാരണം അല്ല, കാരണം ഇവിടെ നമ്മൾ സാമ്പത്തികമായിട്ട് വളരെ പ്രശ്നങ്ങളില്ല. 2000 കോടി 3000 കോടിയൊക്കെ ലോൺ എടുക്കുന്നു. മാത്രമല്ല സർക്കാർ ഇപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ടുവരുന്നുണ്ട്. ആ യൂണിവേഴ്സിറ്റി പോലും 25 കോടി ഡെപ്പോസിറ്റ് ചെയ്യാനല്ലേ പറയുന്നത്. ഇവിടെ പൂട്ടിക്കിടക്കുന്ന 100-ലധികം കോളേജുകളുണ്ട് 25 ഏക്കർ സ്ഥലമായിട്ട്. അവർ വിൽക്കാൻ പോലും പറ്റുന്നില്ല. അതെല്ലാം നാളെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് വരും. 25 കോടി ഫോറിൻ യൂണിവേഴ്സിറ്റി ടൈപ്പ് പണി 25 കോടി അവിടെ അടയ്ക്കും. ഈ പൈസ തിരിച്ചു കൊടുക്കാനുള്ളതൊന്നല്ല. സർക്കാരിനടുത്ത ഇലക്ഷന് മുമ്പ് ഈ 25 കോടി വെച്ചിട്ട് 100-ലധികം പൂട്ടിക്കിടക്കുന്ന എഞ്ചിനുകളെല്ലാം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആവുകയാണെങ്കിൽ 2500 കോടി സുഖമായി കിട്ടും. അപ്പോൾ സർക്കാരിന് കേന്ദ്രത്തിലുള്ള ഫണ്ട് കിട്ടുന്നില്ലെങ്കിലും ഈ പൈസ ഉപയോഗിച്ച് അടുത്ത ഇലക്ഷന് മുമ്പ് സാമൂഹ്യക്ഷേമ പെൻഷനൊക്കെ കൊടുത്ത് കുറച്ച് വോട്ട് ഉണ്ടാകാനുള്ള ഒരു വഴി മാത്രമേ. കാരണം എന്താണെങ്കിൽ ഇവിടുത്തെ എക്സിസ്റ്റിംഗ് യൂണിവേഴ്സിറ്റികൾ വരെ പ്രശ്നങ്ങളാവാൻ പോവാണ്. അപ്പോൾ അതിന് ഇതിയൊന്നുമില്ല. ഇപ്പോൾ ചില ഏരിയ എടുത്താൽ ഇപ്പോൾ അഗ്രികൾച്ചറിൻ്റെ ഏരിയ എടുത്താലോ അല്ലെങ്കിൽ അനിമൽ ഹസ്ബൻഡറി ഏരിയ എടുത്താലോ ഇവിടുത്തെ കാർഷിക സർവകലാശാലകളൊന്നും അത്തരം കോഴ്സുകൾ നടത്താതെ നമ്മുടെ വിദ്യാർത്ഥികൾ തമിഴ്നാട്ടിൽ പോയിട്ട് പഠിക്കുന്നത്. അപ്പോൾ എക്സിസ്റ്റിംഗ് യൂണിവേഴ്സിറ്റികൾക്കുള്ള ഫെസിലിറ്റേഷനാണ് ചെയ്യേണ്ടത്.
അത് ചെയ്യാതെ ഇവരെ വിളിച്ചുകൊടുന്ന് ഈ ഡെപ്പോസിറ്റ് വാങ്ങിച്ചിട്ട് സർക്കാർ അതൊരു എന്താണ് ഞാൻ പറയണമെങ്കിൽ സ്വയം നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യുക. 14 വർഷം മുമ്പ് ടി പി ശ്രീനിവാസൻ ശ്രമിച്ചപ്പോൾ അന്ന് റോട്ടിലിട്ട് ചവിട്ടിയിട്ടാണ് ഇപ്പോൾ അതേ തന്നെ ഇപ്പോൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ളത് അന്ന് എതിർത്തത് ഇന്ന് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നയപരമായിട്ട് അതിന് മാറ്റം വരണ്ടേ? അതില്ല. മനസ്സിലായോ? ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇവിടെ നശിച്ചിരിക്കുകയാണ്, വളരെ താഴോട്ട് പോയി. മനസ്സിലായോ? ആ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിന് സ്റ്റഡി ചെയ്യണം. സ്റ്റഡി ചെയ്യാതെ ഒരു ദിവസം പെട്ടെന്ന് ബില്ല് കൊടുത്തിട്ട് അവതരിപ്പിച്ചിട്ട് ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കാൻ പാടില്ലല്ലോ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്തരത്തിലുള്ളതിനെല്ലാം കർശനമായ നിയമങ്ങൾ കൊണ്ടുവരണം. ഫ്രീ ബീസ് എന്ന് പറഞ്ഞങ്ങനെ ഇത് തന്നെ അതിന് നിയമനിർമ്മാണം ഇവിടെ വേണം. അപ്പോൾ ഇലക്ഷനിൽ തന്നെ അത് കൃത്യം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കുറച്ചുകൂടി നന്നാവും. മനസ്സിലായോ? രാഷ്ട്രീയ പാർട്ടികൾ നന്നായാൽ മാത്രമേ രാജ്യം രക്ഷപ്പെടുള്ളൂ. അല്ല അപ്പോൾ അല്ല ജനങ്ങൾ അത് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ജനങ്ങൾ ബോധവാന്മാരാവും. അത് ഇത്തരത്തിൽ ഇതില്ലാത്ത പാർട്ടികൾക്ക് വോട്ട് ചെയ്യേണ്ടതെന്നുള്ള വരും. ഞാൻ ചോദിക്കട്ടെ, പഞ്ചായത്ത് രാജ് നടപ്പിലാക്കിയിട്ടുണ്ട്. വാസ്തവത്തിൽ അത് കൃത്യമായിട്ട് നടപ്പിലാക്കുകയാണെങ്കിൽ ഇവിടെ 8-9 മിനിസ്റ്റേഴ്സിൻ്റെ ആവശ്യമുള്ള ഡിപ്പാർട്ട്മെൻറ്റോ ഉണ്ടോ? 21 പേരെന്തിനാ? ഓരോർക്കും 30 ആൾ സ്റ്റാഫ് എന്തിനാ? ഇവർക്കൊക്കെ ബാക്കി പെൻഷൻ കൊടുക്കണ്ടേ? അപ്പോൾ അതിൽ നിന്ന് പലതും എടുത്തു മാറ്റി. ഇപ്പോൾ നമ്മുടെ വാർഡ് സഭകളിൽ എത്ര ആൾ പങ്കെടുക്കുന്നുണ്ട്? തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള ആളുകളെ അവർ പങ്കെടുക്കാത്തവരെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ടല്ലേ ഈ പറയുന്ന വാർഡ് സഭകൾ മുന്നോട്ട് കൊണ്ടുവന്ന്? ഏതെങ്കിലും ആളുകൾ കൃത്യമായിട്ട് പങ്കെടുക്കുന്നുണ്ടോ? ബോധവാന്മാരാക്കണം. ഞങ്ങൾ NCP ഉദ്ദേശിക്കുന്നത് ജനങ്ങളെ ബോധവാന്മാരാക്കി അവരിലൂടെ കേരളത്തിൽ ഈ മാറ്റം കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് നാളെ പിശാചിൻ്റെ നാടായി മാറും. ഒരു സംശയം വേണ്ട. അതാണ് ഞങ്ങളിപ്പോൾ ഈ ജാതിയിലുടനീളം ഉന്നയിച്ചിട്ടുള്ളത്.